ഡെലിവറൻസ് ഫ്രം ദ ബൗണ്ടേജ് ഓഫ് സിൻ. ഈ പ്രമേയത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം ഡെലിവറൻസ് ഫ്രം ദ ബൗണ്ടേജ് ഓഫ് സിൻ. ഞാനിങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. വളരെ സംതൃപ്തിയോടുകൂടെ ജീവിച്ച ഒരു കാക്ക. ആ കാക്കയ്ക്ക് ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ്. എവിടെയും പാറിപ്പറന്ന് നടക്കാം. തൻ്റെ ജീവിതത്തിൽ തനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു ദിവസം അതിനെ നന്നായിട്ട് ദാഹിച്ചു. ഇച്ചിരി ദാഹജലത്തിനായി അത് ഒരു അരുവിയുടെ മുൻപിലെത്തി. ആ അരുവിയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രതിബിംബം ആ ജലത്തിൽ കാണാം. പെട്ടെന്നാണ് ഒരു കാര്യം തനിക്ക് മനസ്സിലാകുന്നത്. താൻ ഇത്രയും കറുത്തിട്ടാണോ, വിരൂപിയാണോ? കാക്കയ്ക്ക് എന്തെന്നില്ലാത്ത നിരാശ തോന്നി തന്നെ. കാക്ക സങ്കടത്തിൽ വീണു. അങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി ഒരു പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു. കാക്ക നേരെ പ്രാവിൻ്റെ പുറകെ പോയി. പ്രാവിനോട് ചോദിച്ചു, അല്ലയോ പ്രാവേ, നീ എത്ര സൗന്ദര്യമുള്ളതാ. നിന്നെപ്പോലെ ഞാനൊന്നായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ആകർഷണം തോന്നിയാ നിന്നോട്. പ്രാവ് പറഞ്ഞു, എനിക്കെന്ത് സൗന്ദര്യമുള്ളേ? അങ്ങോട്ട് നോക്ക്, ആ കുളത്തിൽ നോക്ക്, അതാ കിടക്കുന്ന അരയന്നത്ത് നോക്ക്. അരയന്നം എത്ര സൗന്ദര്യമുള്ളതാ. കാക്ക നോക്കിയപ്പോൾ അരയന്നം പ്രാവിനേക്കാളും സൗന്ദര്യമുള്ളതായിട്ട് തോന്നി. അരയന്നത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അല്ലയോ അരയന്നമേ, നീ എത്ര സുന്ദരിയാ. നിന്നെപ്പോലെ ഒന്ന് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. അരയന്നം പറഞ്ഞു, നീ ശരിക്കും സൗന്ദര്യം കണ്ടിട്ടില്ല. യഥാർത്ഥ സൗന്ദര്യം ഞാൻ കണ്ടിട്ടുണ്ട്. മയിലിൽ എന്നെക്കാളും സൗന്ദര്യമുണ്ട്. മയിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ കാക്ക വിചാരിച്ചു, അങ്ങനെയെങ്കിൽ ഈ മയിലിനെ കാണണമല്ലോ. മയിലിനെ കാണാൻ വേണ്ടി കാക്ക ഇങ്ങനെ പറന്ന് അവസാനം ഒരു മൃഗശാലയിലെത്തി. ഒരു കൂട്ടിൻ്റെ അകത്ത് കുറച്ച് മയിലുകൾ ഇട്ടിട്ടുണ്ട്. കാക്ക ആ കൂട്ടിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ആ മയിലുകളെയൊക്കെ ഒന്ന് വീക്ഷിച്ചു. അവസാനം ഒരു മയിലിനോട് ചോദിച്ചു, നീ എത്ര സൗന്ദര്യമുള്ളതാ. നിന്നെപ്പോലെ ഒന്ന് ജീവിക്കാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മയിൽ പറഞ്ഞു, നീ പറയുന്നത് ശരിയായിരിക്കാം, ഞങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ഞങ്ങൾ പീലി വിടർത്തി ആടുമ്പോൾ സൗന്ദര്യമുണ്ട്, എല്ലാം ശരിയായിരിക്കാം. പക്ഷേ ഞങ്ങളിപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? കാരാഗൃഹത്തിലാണ്. ഞങ്ങൾ ചിന്തിക്കുന്നത് നിന്നെപ്പോലെ ഒന്നായിരുന്നെങ്കിൽ എന്നാണ്. കാരണം നിനക്ക് യഥേഷ്ടം എല്ലായിടവും സഞ്ചരിക്കാം. നിനക്ക് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ ഞങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്ന് നീ പറഞ്ഞിട്ട് എന്നാ കാര്യം? ഞങ്ങൾ കിടക്കുന്നത് കാരാഗൃഹത്തിലല്ലേ? സ്നേഹിതരെ, ഇതുപോലെയാണ് മനുഷ്യൻ. സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും അവന് തൃപ്തിയില്ല. പലതിനെയും നോക്കി അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആശങ്കപ്പെടുമ്പോൾ, ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. അതിലുപരി ദൈവം അവനെ കരുതുന്ന, ശക്തീകരിക്കുന്ന ദൈവവുമാണ്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. എന്നെപ്പോലെ മറ്റൊരാളില്ല. അങ്ങനെയെങ്കിൽ എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും വളരെ ശക്തമായി പറയുകയാണ്, ഓരോ മനുഷ്യനും ഓരോ പ്രത്യേകതയുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യൻ അവൻ്റെ പ്രത്യേകതകൾ അറിയാതെ അവൻ മറ്റു പലതിനെയും മനോഹാരിതയും ആകർഷണീയവുമായി കണ്ട് സ്വയം ജീവിതത്തിൽ നിരാശപ്പെടുമ്പോൾ തിരിച്ചറിയണം, ദൈവം എന്നെ ഈ ഭൂമിയിൽ അയച്ചതിന്, സൃഷ്ടിച്ചതിന്, പരിപാലിക്കുന്നതിന്, നിർത്തിയിരിക്കുന്നതിന്, ജീവിപ്പിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ബൈബിൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ, ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഭയങ്കരമായ ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ്. സൃഷ്ടിയെ പരിപാലിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷേ മനുഷ്യൻ വീണുപോയി. ഏദൻ തോട്ടത്തിലെ അനുസരണക്കേട്, അവിടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒന്നാണ് പാപം. ഇന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും പാപം എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ വചനധ്യാനം ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ഒരു വചനധ്യാനമായി മാറട്ടെ. പാപം, എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ അടിമയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പാപം. നമ്മൾ കണ്ടിട്ടില്ലേ, അവൻ വ്യഭിചാരി, അവൻ മദ്യപാനി, അവൻ കൊള്ളരുതാത്തവൻ, അവനോട് കൂട്ടുകൂടരുത്, അവൻ ശരിയല്ല, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അവൻ പാപം ചെയ്ത ആളാണ്. ബൈബിളിലുണ്ട്. അവൻ പാപികളോടുകൂടെ പോകുന്നു, യേശുവിനെ കുറ്റം പറഞ്ഞതാ.
അപ്പം മനുഷ്യനെ അടിമയാക്കാൻ, ചില അതിർവരമ്പുകളെയൊക്കെ തിരിച്ചിട്ട് മനുഷ്യനെ അടിമയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ. എക്സാമ്പിൾ, മദ്യപാനം. ഒരു സാധാരണക്കാരൻ അവൻ നന്നായിട്ട് അധ്വാനിച്ചു വൈകുന്നേരം അവൻ മദ്യപിച്ചാൽ അവന് നമ്മൾ പറയുന്ന പേരാണ് കുടിയൻ. പക്ഷെ ഒരു വലിയ ബിസിനസ് മാൻ, ഒത്തിരി കാശുണ്ട്, സമൂഹത്തിൽ വളരെ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ ഒരു ബിസിനസ് ഡീലിങ്സിന് വേണ്ടി മദ്യപിച്ചാൽ അതൊരു ഫാഷൻ, അത് ബിസിനസ്സിൻ്റെ ഒരു ഭാഗം. അപ്പോൾ മനുഷ്യൻ പാപത്തെ കാണുന്നത് പലതും പല രീതിയിലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് പാപം? നാം അത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പാപത്തിന് ഗ്രീക്കിൽ പറയുന്ന വേർഡ് ഹമാർഷ്യ എന്ന് പറയുന്ന പദത്തിന് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാക്കയെ സൃഷ്ടിച്ച ദൈവം, പ്രാവിനെ സൃഷ്ടിച്ച ദൈവം, അരയന്നത്തെ സൃഷ്ടിച്ച ദൈവം, മയിലിനെ സൃഷ്ടിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശത്തിൽ നിന്ന് ഞാനും നിങ്ങളും വ്യതിചലിക്കുന്നെങ്കിൽ അതാണ് പാപം. അല്ലാതെ മനുഷ്യൻ വരഞ്ഞു വെച്ചിരിക്കുന്ന ചില അതിർവരമ്പുകളിൽ കുടുങ്ങി ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ഞാനും നിങ്ങളും എവിടെയെങ്കിലും വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ പാപമെന്ന് പ്രാർത്ഥനയോടുകൂടെ പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ അതിൻ്റെ 8ാമത്തെ പേജിൽ ഞാനൊരു വാർത്ത കണ്ടു. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും ഒരു വാക്ക് വേർഡ് ഓഫ് ദ ഇയറായി പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന വാക്ക് ബ്രെയിൻ റോട്ട്. എന്താണ് ബ്രെയിൻ റോട്ട്? അതിന് മലയാള മനോരമ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജ് നൽകിയിരിക്കുന്ന അതിശക്തമായ ഒരർത്ഥം, നിസ്സാരവും നിലവാരം കുറഞ്ഞതുമായ ഓൺലൈൻ ഉള്ളടക്കത്തിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന അപജയം, ബൗദ്ധികമായും മാനസികമായും മനുഷ്യനുണ്ടാകുന്ന അപജയത്തെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു പാപമാണ് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം. ഓസ്ട്രേലിയയിൽ 16 വയസ്സുള്ള മക്കൾ, അതായത് 1 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ ഒരു നിയമം പാസ്സാക്കി. പക്ഷേ നമുക്ക് അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. കാരണം സ്കൂൾ തലത്തിലുള്ള പ്രധാന വിവരങ്ങൾ പോലും ഇന്ന് കൈമാറുന്നത് വാട്സപ്പ് വഴി, സോഷ്യൽ മീഡിയ വഴിയാണ്. ദുരുപയോഗം ശക്തമാണ്. ഈ അടുത്ത സമയത്തുള്ള ഒരു കണക്ക് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ 365 സിറ്റികളെടുത്ത് 70,000 മാതാപിതാക്കളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു 47% പേർ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ ഡെയിലി 3 മണിക്കൂർ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അടിമകളാണ്. 10% മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ 6 മണിക്കൂർ, ഡെയിലി 6 മണിക്കൂർ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അടിമകളാണ്. ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഈ കാലഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു പാപത്തിൻ്റെ അനുഭവത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. റീൽസുകളും സ്റ്റോറികളൊക്കെ ആയിട്ട് നിലവാരം കുറഞ്ഞ അനുഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാകാൻ നമ്മുടെ മക്കൾ, ന്യൂ ജനറേഷൻ മാത്രമല്ല, സകലരും ശ്രമിക്കുമ്പോൾ, ആ സകലരും എന്നുള്ളൊരു പദം ഞാൻ ബോധപൂർവം തന്നെ പറയാൻ ശ്രമിച്ചതാണ്, ഭൂരിഭാഗം പേര് ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ തിരിച്ചറിയണം, അതാണ് പാപം. അതുകൊണ്ട് പാപത്തെ വളരെ ഗൗരവകരമായി കാണണം. കാരണം വിശുദ്ധ ബൈബിൾ പ്രകാരം പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി.
പാപം ചെയ്ത മനുഷ്യന് ദൈവത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ട് പാപം വളരെ ഗൗരവകരമാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു പാപിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമാണ് അവൻ്റെ വളർച്ചയുടെ ഉത്തേജനമായി മാറുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉത്തേജനമായി മാറുന്നത്. ഒരുപക്ഷെ ഇതെന്ത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തോന്നാം അല്ലേ? പാപം ഗൗരവമാണ്, പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനകറ്റുന്നു. അങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ ഉത്തേജനമാണോ പാപം? പോപ്പ് ഫ്രാൻസിസ് അങ്ങനെ പറയാൻ കാരണമുണ്ട്. അദ്ദേഹം പറയുന്നത്, എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഉത്തേജനമായി പാപം മാറുന്നതെന്നറിയാമോ? സ്വയം ഞാൻ പാപിയാണെന്നൊരുത്തൻ തിരിച്ചറിയുമ്പോൾ അവൻ ക്ഷമായാചനം ചെയ്യുന്ന ആ നിമിഷം മുതൽ അവൻ്റെ വളർച്ചയുടെ ഘട്ടം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് പാപം ചെയ്യാത്ത ആരുമില്ല. ദൈവത്തിൽ നിന്ന് അകന്നവർ തന്നെയാണ് സകല മനുഷ്യരെന്നും വേദപുസ്തക അടിസ്ഥാനത്തിലും ജീവിത അനുഭവത്തിൽ നിന്നും പ്രാർത്ഥനയോടെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. അതുകൊണ്ട് ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഒരു പാപിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. തിരിച്ചറിയുവാൻ കഴിയുക മാത്രമല്ല, ക്ഷമായാചനം ചെയ്യാനും എനിക്ക് നിങ്ങൾക്കും കഴിയണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ക്ഷമായാചനം ചെയ്യാതിരിപ്പാൻ നമുക്കെതിരെ നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്. ഞാൻ പാപിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താതിരിക്കുന്ന, ദൈവസന്നിധിയിൽ ക്ഷമായാചനം ചെയ്യാതിരിപ്പാൻ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഞാൻ ആ ശത്രുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ ശത്രു എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും അവനെ വകവരുത്താൻ കഴിയണം. അവനെ വകവരുത്തിയാൽ ഡെലിവറൻസ് ഫ്രം ദ ബൗണ്ടേജ് ഓഫ് സിൻ, പാപത്തിൽ നിന്ന് ഒരു വിമോചനം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ടത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കപ്പെട്ടുവോ എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഒന്നുണ്ടാകട്ടെ. എന്തിനാ എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചേ? എന്തുദ്ദേശത്തോടു കൂടെയാണ് എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചേ? ആദ്യം ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചേ. 2, എന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ച അനുഭവങ്ങൾ എന്തൊക്കെയാ? എൻ്റെ മദ്യപാനമാണോ? എൻ്റെ സൗഹൃദങ്ങളാണോ? എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ അനുഭവങ്ങളാണോ? എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ ശത്രുവിനെ കണ്ടെത്താൻ പോവുകയാണ്. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം കണ്ടെത്തുക. 2, ആ ഉദ്ദേശത്തിലെത്താൻ എനിക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതവും എൻ്റെ ദൈവത്തിൻ്റെ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കുന്ന കണ്ണികൾ എന്തൊക്കെയാണ്? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും ഞാനും നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ കണ്ടെത്തിയാൽ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ശത്രുവിനെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ആ ശത്രുവിനെ തകർത്ത് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ പാപരഹിതമായൊരു അനുഭവം നമുക്ക് കാംക്ഷിക്കാം. ഒന്നാമത്തെ ശത്രു, മൈ ജോയ് മൈ ഫിയർ, എൻ്റെ സന്തോഷം, എൻ്റെ ഭയം. ഒന്നാമത്തെ ശത്രുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ ഭയവും അല്ലെങ്കിൽ എൻ്റെ ആശങ്കയും എൻ്റെ സന്തോഷവും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർ പിറുപിറുക്കുന്നേ? അവർ മിസ്രൈം നാട്ടിൽ അടിമകളായിരുന്നു. അവരുടെ നിലവിളി ദൈവം കേട്ടു. ദൈവം അവരെ വിമോചിപ്പിക്കാൻ തീരുമാനിച്ചു. വിമോചകനായി ദൈവം മോശയെ ഉയർത്തി. മോശ അവരെയും നയിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന സമയം. എന്നാൽ ഇപ്പോൾ ഒരു നിർണായകമായൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. മുൻഭാഗത്ത് ചെങ്കടലും പുറകിൽ ഫറവോൻ്റെ സൈന്യവും. പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. മുന്നോട്ട് പോയാലും മരണം, പുറകിലോട്ട് വന്നാലും മരണം. 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ
പുറകിലോട്ട് നോക്കി അവർ ഭയപ്പെട്ടു. കാരണം ഒരു വലിയ സൈന്യവുമായി ഫറവോൻ്റെ സൈന്യം അവരെ നശിപ്പിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ വീണ്ടും അവരെ അടിമകളാക്കി തിരിച്ചു പിടിക്കാൻ പാകത്തിൽ ആക്രമണ മനോഭാവത്തോടുകൂടെ നിൽക്കുന്നു. 11 മുതൽ പിന്നെ വായിക്കുമ്പോൾ ഈ ജനം പിറുപിറുക്കുകയാണ്. അവരുടെ പിറുപിറുപ്പ് നമ്മളെ രസിപ്പിക്കും കേട്ടോ. അവർ പിറുപിറുക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ ജീവിക്കുമായിരുന്നു, ഞങ്ങൾ ഇച്ചിരി കഷ്ടത തന്നെയേ ഉള്ളൂ, ഇതുപോലെ ടെൻഷനില്ല, ഒരുപക്ഷെ ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളില്ലെങ്കിലും അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒന്ന് നോക്ക്, അവർ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. ഇന്ന് പല മനുഷ്യനെയും പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തടസ്സമായി നിൽക്കുന്നത് പാപത്തിൽ ജീവിക്കുമ്പോൾ അവൻ അനുഭവിച്ചിരുന്ന ചില സന്തോഷങ്ങളാണ്. മദ്യപിച്ചിരുന്നപ്പോൾ കിട്ടിയ ചില സന്തോഷങ്ങളുണ്ട്, സൗഹൃദങ്ങളുമായിട്ട് ചേർന്ന് എപ്പോഴും നമുക്ക് ചങ്കെന്നും ബ്രോ എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ ചില സൗഹൃദങ്ങൾ, അപ്പോൾ കിട്ടിയ ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദം നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നില്ല. ശത്രുവിനെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ ചില സന്തോഷങ്ങൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ഞാൻ തിരിച്ചറിയണം. എൻ്റെ ചില സന്തോഷങ്ങൾ എന്നെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നമായി നിൽക്കുന്ന ഒരു സന്തോഷവും എനിക്ക് വേണ്ട. 2, നാളെ എന്തെന്നറിയത്തില്ല. ഞാനിത് നിർത്തിയാൽ, ഞാൻ ഈ പാപത്തെ വിട്ടാൽ, ഇസ്രായേൽ ജനതയാണ് അതിന് ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത്. അവർ പറയുന്നു, മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിക്കുമായിരുന്നു, ഇനി ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാതായിപ്പോയി. മുന്നോട്ട് പോയാലും മരണം, പുറകിലോട്ട് പോയാലും മരണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവരിൽ 2 കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, ദൈവത്തോടുള്ള അവിശ്വസ്തത. ദൈവത്തെ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ അവരുടെ സന്തോഷത്തിൽ തന്നെ മുഴുകിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവരുടെ ആശങ്കകളിൽ മുഴുകിക്കിടക്കുന്നത്. 2, ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു പടി കൂടെ മുന്നോട്ടിറങ്ങി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ അവരാരും തയ്യാറല്ല. മൈ ജോയ് മൈ ഫിയർ, എൻ്റെ സന്തോഷം, എൻ്റെ ആശങ്ക. അപ്പോൾ എൻ്റെ ശത്രു ആരാ? ഒന്നാമത്തെ ശത്രുവിനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ സന്തോഷവും എൻ്റെ ആശങ്കകളും. ഇസ്രായേൽ ജനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുമായി വളരെ ശക്തമായി സംസാരിക്കാൻ ഒരു അനുഭവമുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവം എന്നെ മാത്രം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അപ്പോൾ എന്നെ മാത്രം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും തിരിച്ചറിയണം, എൻ്റെ സന്തോഷമല്ല വലുത്, എൻ്റെ ആശങ്കയല്ല വലുത്, ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് ജീവിതത്തിൽ റിസ്കുകൾ ഏറ്റെടുക്കാൻ കഴിയണം. ദൈവവും ഞാനുമായി പൊട്ടി നിൽക്കുന്ന ആ കണ്ണി അതെന്താണെന്ന് നമുക്കറിയാം. എൻ്റെ ദുശീലങ്ങളാണോ? എൻ്റെ ജീവിതത്തിൽ ഞാനും ദൈവവുമായി നിരപ്പാകാൻ പാടില്ലാത്ത വിധത്തിൽ പൊട്ടി നിൽക്കുന്ന ആ കണ്ണി, മൈ ജോയ് മൈ ഫിയർ, അത് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇഴുകിച്ചേരട്ടെ. 2, സെൽഫ് റൈച്ചസ്നസ്, സ്വയം നീതീകരണം. ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ യഹൂദന്മാരും യേശുവും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് അവരാണ് എല്ലാം തികഞ്ഞവർ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറയും, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു അഹങ്കാരമായിരുന്നു അത്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, ഓക്കെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കാം, പക്ഷെ എൻ്റെ വചനം നിന്നിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. 33-ാം വാക്യം, സ്വതന്ത്രമാക്കും എന്നുള്ള പദം അവരെ ചൊടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ്, ഞങ്ങൾ അതിന് അടിമകളല്ലല്ലോ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഞാൻ അടിമയല്ലല്ലോ. എന്നിട്ട് അവരങ്ങോട്ട് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, ഞങ്ങൾ ആർക്കും അടിമകളല്ല. യേശു പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി ചിന്തിക്കാൻ ഈ ദൈവവചനം നമ്മെ സഹായിക്കട്ടെ. നമ്മളും പലപ്പോഴും പറയാറുണ്ട്, ഞാനും നിങ്ങളും ആരും അടിമകളല്ലല്ലോ, നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇവിടെ കഴിയുന്നല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ നിയമങ്ങൾക്ക് മുന്നിൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രഭാവത്തിന് മുന്നിൽ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ നമ്മൾ അടുത്ത് തല ഉയർത്തി നോക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ട ഈ സമയത്തെ തിരിച്ചെടുക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ആ സമയത്ത് ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ഉപദേശിച്ചാൽ തിരിച്ച് ഞാൻ എന്നാ ചെയ്യും? നിങ്ങൾക്ക് എന്തറിയാം? സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാമോ? ഞാൻ എന്നെ ന്യായീകരിക്കും. സെൽഫ് റൈച്ചസ്നസ് കുഴപ്പമാണ്. എന്നെ തകർക്കുന്ന ശത്രു മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ, എന്നെ തകർക്കുന്ന ശത്രു ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ സന്തോഷം, എൻ്റെ ആശങ്ക, എൻ്റെ ഭയം ഞാൻ സ്വയം ന്യായീകരിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ ഏറ്റവും വലിയ പാപം ഏതാ? തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നതാണോ ഏറ്റവും വലിയ പാപം? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. ദൈവം ആദാമിനോട് സംസാരിക്കുമ്പോൾ ആദാം പറയുന്നത് തൊട്ടാണ് യഥാർത്ഥ തെറ്റുകൾ ആരംഭിക്കുന്നത്. അവൻ സ്വയം ന്യായീകരിക്കാൻ ആഗ്രഹിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ, മക്കളെ ഇതാരാ ചെയ്തേ? അപ്പ അറിയാതെ പറ്റിപ്പോയപ്പ എന്ന് അവൻ പറഞ്ഞാൽ അവിടെ തീർന്നു ആ പ്രശ്നം. പക്ഷെ അത് പറയാനൊരു മനസ്സില്ലാതെ ആദാമിൽ കടന്നു കൂടിയ ഒരു അഹങ്കാരത്തിൻ്റെ സ്വയം ന്യായീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. ആ അനുഭവമാണ് മനുഷ്യനെ പാപത്തിൽ കൊടുക്കുന്നത്. സെൽഫ് റൈച്ചസ്നസ്. ഒന്ന് മൈ ജോയ്, മൈ ഫിയർ. 2 സെൽഫ് റൈച്ചസ്നസ്. 3 എറർ ഇൻ മൈ ലൈൻ ഓഫ് തിങ്കിങ്. എൻ്റെ ചിന്തയിലെ തെറ്റായ ധാരണകൾ. എന്താ തെറ്റായ ധാരണ? ഇന്നത്തെ ലേഖന വേദഭാഗം അതിന് നമുക്ക് വളരെ സത്യമായ ഒരു സാക്ഷ്യം നൽകും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ശക്തമാണ്. അന്നുവരെയും യഹൂദ ക്രിസ്ത്യാനികൾ വിചാരിച്ചിരുന്നത് ന്യായപ്രമാണമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. ന്യായപ്രമാണത്തിലെ നിയമങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് കേട്ടോ. നമ്മളൊക്കെ പറയത്തില്ലേ, അവനവൻ ചെയ്യുന്നതിൻ്റെ കൂലി അവനവന് കിട്ടും. നമ്മളൊക്കെ പറയുന്നൊരു ചൊല്ലാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു യഹൂദ സംസ്കാരത്തിൻ്റെ അനുഭവമായി നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും ഈ പഴഞ്ചൊല്ലിനെ. അവനവൻ ചെയ്യുന്നതിൻ്റെ കൂലി അവനവന് കിട്ടും. അന്നുവരെയും അവർ ചിന്തിച്ചിരുന്നത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ നിയമങ്ങൾ പ്രമാണിച്ചാൽ മതി, അവൻ രക്ഷിക്കപ്പെടും. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് റോമൻ സഭയോട് പഠിപ്പിക്കുന്നതല്ല, ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നെയും നിങ്ങളെയും പുതിയ ശക്തിയാക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ ധാരണകളൊന്ന് മാറട്ടെ. നാം ഇന്നുവരെയും ചിന്തിച്ചിരുന്നത് പാപിയായ ഞാൻ തിരിച്ച് ഒരു മനുഷ്യനായി മാറണമെങ്കിൽ, പാപം ഇല്ലാത്തൊരു മനുഷ്യനായി മാറണമെങ്കിൽ ഞാൻ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം, നിയമങ്ങൾ ചെയ്യണം. അല്ല, ഞാൻ ചെയ്യേണ്ടത് ക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. N.T. റൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ നിയമ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഭയങ്കരമായി ഈ ഒരു 3-ാമത്തെ ചിന്തയിൽ എന്നെ സ്വാധീനിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഈ ക്ഷമായാചനം ചെയ്യുമ്പോൾ അവിടെ ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ തമ്പുരാനെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം തുറന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവന് അവിടെ പാപത്തിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടുക മാത്രമല്ല, അവിടെ അവന് ലഭിക്കുന്നത് വി ആൾസോ ഫ്രീഡ്, അവർ പൂർണ്ണമായി സ്വതന്ത്രരാകുന്നു. ഇന്നലെ വരെ പോലെ അല്ല. ഇന്ന് ഈ ആരാധന മധ്യത്തിൽ ഇരുന്നു കൊണ്ട് തമ്പുരാനെ, എന്നെക്കുറിച്ച് നിനക്കൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം,
എൻ്റെ സന്തോഷവും എൻ്റെ ആശങ്കയും ഞാൻ സ്വയം ന്യായീകരിക്കുന്നതെല്ലാം അതിന് തടസ്സമായി നിൽക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നെ നീ പുതിയ സൃഷ്ടിയാക്കണമേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ വി ആർ ഓൾസോ ഫ്രീഡ്. നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരാകുന്നു. ഫ്രീഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു. ഫ്രീഡ് ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു. അതിൻ്റെ ഫ്രീ ടു ലീവ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അവിടെ നിന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി വളരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആരാധന അതിലേക്ക് വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ച ഒരു ആരാധനയാണ്. പാപം, ഒരു മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനിവിടെ ജാതിയും വർണ്ണവും വർഗങ്ങളും പണത്തിൻ്റെ പേര് പറഞ്ഞ് ചില ഡിവിഷൻസും പലതും ചെയ്ത് ഇങ്ങനെ വേർതിരിച്ചൊക്കെ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ പറയും, നമ്മളെല്ലാം മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞു തിരിക്കുമ്പോഴും സാംസ്കാരികമായ തലങ്ങളുടെ പേര് പറഞ്ഞു തിരിക്കുമ്പോഴും നമ്മളെല്ലാം മനുഷ്യരാണ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എല്ലാ മനുഷ്യനും പ്രത്യേകതയുണ്ട്. എല്ലാ മനുഷ്യനും വിശേഷതയുള്ളവരാണ്. ഓരോ ഉദ്ദേശങ്ങളോടുകൂടെ ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ചിലരെങ്കിലും ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നു പോലുമില്ല. ആ ഉദ്ദേശം മനസ്സിലാക്കാതെ വരുന്നു, ജീവിക്കുന്നു, പോകുന്നു. പക്ഷേ ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഞാൻ പ്രാർത്ഥനയോടെ തിരിച്ചറിയണം, ദൈവത്തോട് സംസാരിക്കണം. തമ്പുരാനെ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഉദ്ദേശം എന്ത്? ആ ഉദ്ദേശം സാധ്യമാകാതിരിക്കാൻ എന്നിൽ നീ കാണുന്ന തടസ്സം എന്ത്? ആ തടസ്സം എന്നിൽ വളർത്തുന്ന 3 ശത്രുക്കളെ ഞാൻ പറഞ്ഞു. 1, എൻ്റെ ഫിയർ, എൻ്റെ ആശങ്കകൾ. 2, എൻ്റെ സന്തോഷങ്ങൾ. അടുത്തൊന്ന് എൻ്റെ ന്യായീകരണം. ഞാൻ സ്വയം ന്യായീകരിക്കുക. എനിക്കറിയത്തില്ലെന്ന് എന്നിട്ട് ഞാൻ ന്യായീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ചിന്തകളാണ്. പണം കൊടുത്ത് പലതും നേടാമെന്ന് ശ്രമിക്കുന്ന മനുഷ്യ, ക്രിസ്തുവിൻ്റെ രക്തമാണ് എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം. കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ഭൂജാതനാകാൻ പ്രാർത്ഥനയോടുകൂടെ കൊതിക്കുകയാണ് നമ്മൾ ഈ വർഷം. കരോൾ ശുശ്രൂഷകളും ആരാധനകളും സഭ ആഘോഷമാക്കുമ്പോൾ പാപരഹിതമായൊരു ജീവിതം തമ്പുരാനെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നു, സത്യമാണ്. പക്ഷേ പാപിയാണെന്ന് തിരിച്ചറിയുകയും ക്ഷമായാചനം ചെയ്യുകയും ചെയ്താൽ അവിടെ നിന്ന് നീയും ഞാനും വളർച്ചയുടെ പാതയിലാണ്. പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ നമുക്കൊരു ഉന്മേഷമാകട്ടെ, ഉത്തേജനമാകട്ടെ. ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവിനോട് ഹൃദയം തുറന്ന് ക്ഷമായാചനം ചെയ്യാം. അവൻ നമ്മെ ശക്തീകരിക്കട്ടെ, സ്വതന്ത്രരാകട്ടെ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാകട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.